ഹലോ ഗൈസ്, രാവിലെ എണീറ്റ് വാതിൽ തുറന്നതും ചെറുതായിട്ടൊന്ന് ഞെട്ടി പെട്ടെന്ന് തന്നെ സമയം എടുത്തു നോക്കി. വെളുപ്പിന് 5:20 ആവുന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു 7-7:30 ആയി, ഇന്നത്തെ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ പണി പാളിയെന്ന്. അപ്പോൾ നമ്മളിവിടെ ആൻഡമാനിൽ നേരത്തെ തന്നെ സൂര്യൻ ഒതുക്കിട്ടോ. അതാണ് സംഭവം. നമ്മൾ രാവിലെ എണീറ്റപ്പോഴാണ് കാര്യം മനസ്സിലാക്കിയത്. പെട്ടെന്ന് തന്നെ പോയി റെഡിയായി നമ്മളിന്ന് പോർട്ട് ബ്ലെയറിൽ നിന്നും ഹാവ്ലോക്ക് ഐലൻഡ് അല്ലെങ്കിൽ സ്വരാജ് ദ്വീപിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വണ്ടി എത്തി. ഇവിടുത്തെ പരിപാടികളെല്ലാം തന്നെ ഫെറിയിൽ പോകുന്നതായതുകൊണ്ട് തന്നെ കൃത്യസമയത്തിന് എത്തിയില്ലെങ്കിൽ അതെങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനുകളെല്ലാം തന്നെ തെറ്റും. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഹാഡോ ജെട്ടിയിലേക്കാണ്. ജെട്ടിയാണെന്ന് പറഞ്ഞാലും ഇത് സത്യം പറഞ്ഞാൽ ഒരു എയർപോർട്ടിന് തുല്യമായിട്ടുള്ള സുരക്ഷാ പരിശോധനകളും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ സമയമായപ്പോഴത്തേക്കും ധാരാളം പേര് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ എടുത്ത് അവിടെ ഇറങ്ങി കുറേ പേര് ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ധാരാളം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാമറ പല ഭാഗങ്ങളിലും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യാമറ ഓൺ ആവുന്നത് മറ്റ് എവിടെയെങ്കിലും കയറിയതിന് ശേഷം മാത്രമായിരിക്കും ഗൈസ്. അവിടെ നമ്മുടെ ബാഗ് പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാഗിൽ നമ്മളൊരു ടാഗ് എഴുതി വെക്കണം, നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ. എങ്കിൽ മാത്രമേ ലഗേജ് കൊടുക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ ബാഗ് ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ടാഗൊക്കെ ബാഗിൽ തൂക്കി നമ്മൾ ഈ ഒരു പ്രൈവറ്റ് ഫെറി, നോട്ടിക എന്നിട്ടുള്ള പ്രൈവറ്റ് ഫെറിയിലേക്ക് കയറി. ഇതിനകത്ത് വന്നതിന് ശേഷം മാത്രമേ ക്യാമറ ഓണാക്കാൻ സമ്മതിച്ചുള്ളൂ കേട്ടോ. പുറത്തുനിന്ന് കയറുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ സ്വതന്ത്രമായിട്ട് ഇഷ്ടം പോലെ വീഡിയോ എടുക്കാം. നോട്ടിക എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നൊരു ഫെറിയാണ്. ഇവിടുന്ന് ധാരാളം ഫെറികളുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. നമ്മളിപ്പോൾ ഇതിൽ ലക്ഷറി ക്ലാസ്സാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോട്ടികയിൽ പ്രധാനമായിട്ട് 2 നിലകളാണുള്ളത്. താഴെയുള്ളത് ലക്ഷറി ക്ലാസ്സും മുകളിലുള്ളത് റോയൽ ക്ലാസ്സുമാണ്. അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിലെല്ലാം ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഒരാൾക്കായിട്ടുള്ളത് 1750 രൂപയാണ്. റോയൽ ക്ലാസ്സിലാണെങ്കിൽ അത് 1950 ആണെന്നാണ് തോന്നുന്നത്. ഫെറിയുടെ ടിക്കറ്റൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ യാത്ര വരുന്നതിന് 1 മാസം മുന്നേ നമ്മൾ നോട്ടികയുടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. For our future generations too. That's all for now, folks. Sit back, relax, enjoy our hospitality. Wish you all a fabulous journey and a great day ahead. Jai Hind. അങ്ങനെ എല്ലാവരും കയറി ലഗേജൊക്കെ സെറ്റായ ശേഷം കൃത്യസമയം 7:30 ആയപ്പോൾ തന്നെ നോട്ടിക ഫെറി ഇവിടെ നിന്നും ഹാവ്ലോക്കിലേക്ക് പുറപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് പ്രൈവറ്റ് ഫെറി കൂടാതെ ഗവൺമെൻറ് ഫെറിയും അവൈലബിൾ ആണ്. ഗവൺമെൻറ് ഫെറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓപ്പൺ ചെയ്യുന്ന അതേ സമയം തന്നെ പെട്ടെന്ന് ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് തീർന്നു പോകും. ആ ഫെറിയിലാണെങ്കിൽ ഒരാൾക്ക് 800 സംതിങ് ഒക്കെയാണ് റേറ്റ് വരുന്നത്. പക്ഷേങ്കിൽ അത് കിട്ടാൻ നല്ല പാടാണ്, കാരണം പെട്ടെന്ന് തന്നെ ബുക്കിംഗ് കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ സൈഡിലുടനീളം ഉള്ളത്. അപ്പോൾ ഈ ഒരു വിൻഡോ സീറ്റിലൂടെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇവിടെ നിന്നും ഏകദേശം 1.5 മണിക്കൂറിൻ്റെ യാത്രയാണ് കേട്ടോ നമുക്ക് ഹാവ്ലോക്കിലേക്കുള്ളത്. അപ്പോൾ നമ്മളിവിടെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫുഡിൻ്റെ സ്നാക്സിൻ്റെ ഒക്കെ തന്നെ മെനു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. TV ഉണ്ട്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എൻജോയ് ചെയ്യാം. പാട്ടും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നോട്ടിക ഫെറിയിലുള്ളത്. അപ്പോൾ അവരുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ തന്നെ നല്ലൊരു സർവീസായിരുന്നു നമുക്കുണ്ടായിരുന്നത്.
ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ചെറിയ സ്നാക്സ് മേടിക്കാൻ നേരത്തെ ഞാൻ രാവിലെ തന്നെ ചിക്കൻ നൂഡിൽസും മാംഗോ ജ്യൂസാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് മാംഗോ ജ്യൂസൊക്കെ കഴിച്ചാൽ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത്. പിന്നെ ഏതായാലും മാംഗോ എന്നൊക്കെ കേട്ടപ്പോൾ അങ്ങ് വീണ് പോയതാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ച് ഞാനങ്ങ് കഴിച്ചു. രണ്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കെട്ടിന് ഏതായാലും സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ 1.5 മണിക്കൂർ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഏകദേശം എല്ലാവരും സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത അവരുടെ ഒരു പരസ്യം പോലെ ഒരു കച്ചവട തന്ത്രം പോലെ അടുത്തൊരു ഐറ്റം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ടീഷർട്ട്, കൊട തുടങ്ങിയ ഐറ്റംസൊക്കെ. അതായത് അവരുടെ പരസ്യവും അല്ലെങ്കിൽ ആൻഡമാൻ്റെ കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് കുറേ ഡ്രസ്സും കൊടയും സംഭവങ്ങളൊക്കെ ആയിക്കൊണ്ട് ഓരോരുത്തരടുത്ത് ചെല്ലി വേണോ എന്നുള്ളതൊക്കെ. അപ്പോൾ വെറുതെ ഇരിക്കായതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. ഇതിൽ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കൊക്കെ ഒന്ന് നടന്ന് കാണാണ്ട് ഇറങ്ങിയപ്പോഴാണ് ലഗേജൊക്കെ സൈഡിൽ എവിടെ വെച്ചിരിക്കുന്നുള്ള കാഴ്ചയൊക്കെ കണ്ടത് കേട്ടോ. Check your seats for your hand packages while your journey with us. Look forward to welcoming. കുറേ നേരം ഇരുന്ന് എടുത്തപ്പോൾ പിന്നെ റോയൽ ക്ലാസ് എന്താ സംഭവം എന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കാൻ നേടി. അങ്ങനെ നമ്മൾ നേരെ മേലേക്ക് കയറി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ അവരുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറുതായിട്ട് റേറ്റിൻ്റെ ഒരു വ്യത്യാസവും പിന്നെ സൈഡിൽ അവിടെ താഴെ 3 സീറ്റാണെങ്കിൽ ഇവിടെ സൈഡിൽ 2 സീറ്റാണെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. നടുക്കൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് നേരമൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മേലെ ഏതായാലും ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കൃത്യമായിട്ടും ഹാവ്ലോക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ഇറങ്ങാൻ നേരത്തെ എല്ലാവരും മേലത്തെ നിലയിൽ കൂടെയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങേണ്ടിയിരുന്നത്. അതുകൊണ്ട് പിന്നെ ഒന്നും കൂടെ മേലയിലോട്ട് ചെന്നു. അപ്പോൾ തിരക്കൊക്കെ കുറേ നമ്മൾ കുറച്ച് നേരം കാത്തുനിന്നിട്ട് എല്ലാവരും കുത്തിത്തിരക്ക് പുറത്തോട്ട് ഇറങ്ങണ്ടെന്ന് കരുതി അങ്ങനെ ഏറ്റവും ലാസ്റ്റാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ഈ ഒരു നീല ബീച്ച് കണ്ടതിൽ എല്ലാവരും ഫോട്ടോസ് എടുത്ത് കൂട്ടുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്നിടത്ത് കുറച്ചൊക്കെ ഡിലേ ആയി. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ലഗേജ് കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ലഗേജൊക്കെ കണ്ടെത്തി. അങ്ങനെ പുറത്തേക്ക് പിന്നെ കുറച്ച് നേരമൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടി. ഇനി നമുക്ക് ഇവിടുന്ന് ടാക്സിയിൽ നമ്മൾ ഇവിടുത്തെ ബീച്ച് റിസോർട്ടിലേക്കാണ് അടുത്തത് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു തണലെന്ന് പറയുന്നത് ഇവിടെ ഒരു ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് ലഗേജും എടുത്തുകൊണ്ട് ഈ ഒരു ബ്രിഡ്ജ് കടന്നിട്ട് പുറത്തെത്തുമ്പോഴാണ് നമ്മുടെ ടാക്സി നമ്മുടെ ഡ്രൈവർ കൂട്ടാൻ വന്നിട്ടുണ്ടാവുക. അങ്ങനെ നടന്നു പോകുമ്പോൾ താഴേക്ക് നോക്കുമ്പോഴാണ് ബീച്ചിൻ്റെ മനോഹാരിത മനസ്സിലാവുന്നത്. നല്ല വെറൈറ്റി കളറുകളുള്ള ധാരാളം മീനുകൾ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ കാണാട്ടോ. അതുപോലെ തന്നെ കടലിൻ്റെ അടിത്തട്ടൊക്കെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. എത്ര വെയിലാണെങ്കിൽ കൂടി അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാതെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാ മീനുകളും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അടിഭാഗത്ത് കാണാം. വേറെ ടൈപ്പ് ഷാർപ്പുള്ളല്ലേ? അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇഷ്ടംപോലെ ഡ്രൈവർമാർ ആൾക്കാരെ കൂട്ടാണ്ട് കാത്തുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ അറിയില്ല. അപ്പോൾ അവരേതായാലും ബുദ്ധിപരമായിട്ട് പേര് എഴുതി കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രൈവറെ കണ്ടെത്തി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് അവരപ്പോഴത്തേക്കും കാറും കൊണ്ട് വന്നിട്ടു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി അപ്പോൾ ഐശ്വര്യമായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ ഹാവ്ലോക്കിലേക്കുള്ള യാത്ര അവിടെ തുടങ്ങുകയാണ് കേട്ടോ. നമ്മളിവിടുന്ന് ആദ്യം തന്നെ സ്റ്റേ ചെയ്യുന്ന ബീച്ച് റിസോർട്ടിലേക്ക് ചെന്ന് അവിടെ ലഗേജൊക്കെ വെച്ച ശേഷമാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് എൽ ഡൊറാഡോ ബീച്ച് റിസോർട്ടിലാണ്. അപ്പോൾ അവിടെ എത്തി അതിനുശേഷം അവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. റൂമിൽ കൊണ്ടുപോയി ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചു കേട്ടോ. അത്യാവശ്യം നല്ല റൂമും പിന്നെ നല്ല നീണ്ടു നിവർന്ന ബാത്റൂമൊക്കെയുള്ള നല്ലൊരു അടിപൊളി ബീച്ച് റിസോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് നല്ലൊരു ബീച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഇനി സൺറൈസ് കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയ ശേഷം പിന്നെയും അതേ കാറിൽ തന്നെ നമ്മൾ ഇവിടെ അടുത്തുള്ള മറ്റൊരു സ്പോട്ടിലേക്ക് പോകണം കേട്ടോ. ആദ്യം തന്നെ പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു ബീച്ചിലാണ്. അപ്പോൾ ആൻഡമാനിൽ വന്നിട്ടുള്ള 2ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഇതിന് നേരത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ യാത്രയിൽ കൂടെ കൂടാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.